എന്ത് പറ്റി? പ്രേക്ഷകർ ആഗ്രഹിച്ച് കാണണം ഞാൻ പുറത്തു പോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പ്രേക്ഷകർ നമ്മളുടെ എന്ത് പ്രവൃത്തിയിലാണ് അവർക്ക് ഒരു ദേഷ്യം തോന്നിയതെന്ന് വല്ലതും അങ്ങനെ വല്ലതും ചിന്തിക്കോ? അതോ എനിക്ക് തോന്നുന്നു ഇപ്പം ഫസ്റ്റ് വീക്കിൽ തന്നെ ഹൗസ് മേറ്റ്സ് കൂടുതലും എനിക്ക് നേരെ വന്ന ഒരു പ്രശ്നം, ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു, പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ മിസ്ലീഡ് ചെയ്യാനാണ് മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് ചെയ്തു, പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഞാൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു റീസൺ മേ ബി ഒനീലിന്റെ പ്രശ്നം അതെങ്ങനെയാണെന്ന് പുറത്ത് വന്നതെന്ന് ചിലപ്പം എനിക്ക് കറക്റ്റ് മൊബൈൽ കിട്ടിയതിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. സ്റ്റിൽ ഞാൻ എന്തായാലും ഇത്രയും ദിവസം താമസയിൽ നിന്ന് എന്താണ് ബിഗ് ബോസ് വീടിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നല്ല പ്രയാസമാണോ? നല്ല പ്രയാസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് വേണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13th അൺലക്കി ആയിട്ടുള്ള ആളാരാന്ന്. ഞാൻ ഇന്ന് രാവിലെ മാരുതി സുസുക്കി കോർണറിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മിനോടും പ്രവീണിനോടൊക്കെ ഞാൻ പറഞ്ഞു 13th എനിക്ക് ആക്ച്വലി അൺലക്കിയാണ്. നമുക്കൊരു ഗട്ട് ഫീലിംഗ് വരുമല്ലോ. അപ്പോൾ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദിസ് എവിക്ഷൻ. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അകത്ത് 100 ദിവസം നിൽക്കുന്ന ആളോട് നിങ്ങൾക്ക് വലിയ ഒരു ആരാധന തോന്നേണ്ട കാര്യമാണ്. കാര്യം ഇത്രയും ദിവസം പിടിച്ചു നിൽക്കണ്ടേ?